എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതം ഭക്ഷണമാണ്. ലോകം മുഴുവൻ ഭക്ഷണം തേടുന്നു. നിറം, വ്യക്തത, നല്ല ശബ്ദം, ദീർഘായുസ്, ധാരണ, സന്തോഷം, സംതൃപ്തി, വളർച്ച, ബുദ്ധി തുടങ്ങിയവയെല്ലാം ഭക്ഷണത്തിലാണ്. ബ്രഹ്മദേവൻ ദക്ഷ എന്ന മുനിക്ക് ഈ സന്ദേശം നൽകി അശ്വിനി ഇരട്ടകൾക്ക് ജീവിതശാസ്ത്രം എത്തിച്ചുകൊടുത്തു. നിരവധി നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിതശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് പുതിയ അറിവ് കുറവാണെന്ന് ഋഷിമാർ കണ്ടെത്തിയപ്പോൾ അവർ വിശുദ്ധ ഭരദ്വാജ മുനിയോട് ഹിമാലയത്തിൽ പോയി തന്റെ ദിവ്യശക്തിയാൽ ഇന്ദ്രന്റെ പ്രീതി നേടാനും രോഗശാന്തി കല പഠിക്കാനും അഭ്യർത്ഥിച്ചു. വർഷങ്ങൾ നീണ്ട തപസ്സിനു ശേഷം ഭരദ്വാജയ്ക്ക് ഇന്ദ്രന്റെ ദർശനം ലഭിച്ചു. അദ്ദേഹം മുനിയെ രോഗശാന്തി വിദ്യ പഠിപ്പിച്ചു. ഹിമാലയത്തിൽ നിന്ന് മടങ്ങിയെത്തിയ വിശുദ്ധ മുനി മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി ദിവ്യജ്ഞാനം പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ ശിഷ്യൻ ആത്രേയ മുനി മഹാഭാരതകാലത്ത് ജീവിച്ചിരുന്നു, അതായത് 3000 വർഷങ്ങൾക്ക് മുമ്പ്. നിരവധി നൂറ്റാണ്ടുകൾക്ക് ശേഷം AD 2-ാം നൂറ്റാണ്ടിൽ കനിഷ്ക രാജാവിന്റെ കൊട്ടാര വൈദ്യനായി ജീവിച്ചിരുന്ന ചരകൻ എന്ന മറ്റൊരു മുനിവൈദ്യൻ വൈദിക ശ്ലോകങ്ങൾ ശേഖരിക്കുകയും ഭക്ഷണക്രമം ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന വൈദ്യശാഖകളെയും വിവരിക്കുന്ന ചരക സംഹിതയുടെ രൂപത്തിൽ താളിയോലകളിൽ പുനർനിർമ്മിക്കുകയും ചെയ്തു. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം സുശ്രുതൻ എന്ന മറ്റൊരു മുനി പുരാതന ഇന്ത്യയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. അദ്ദേഹം വൈദ്യശാസ്ത്രം, ശസ്ത്രക്രിയ, ഭക്ഷണക്രമം എന്നിവ മികച്ച വിജയത്തോടെ പരിശീലിച്ചു. സുശ്രുത സംഹിതയുടെ രൂപത്തിലുള്ള സുശ്രുതന്റെ രചനകൾ ഇപ്പോഴും വൈദ്യശാസ്ത്രത്തിലും ശസ്ത്രക്രിയയിലും ഒരു ക്ലാസിക് ആയി അറിയപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചുള്ള അജ്ഞത നിമിത്തം പല പാശ്ചാത്യ എഴുത്തുകാരും ഗ്രീക്കുകാരും റോമാക്കാരും ക്ലിനിക്കൽ മെഡിസിൻ, ഡയറ്റിറ്റിക്സ് എന്നിവയിലെ മുൻനിരക്കാരാണെന്ന് വിശ്വസിച്ചു. അവരിൽ അരിസ്റ്റോട്ടിൽ, ഹിപ്പോക്രാറ്റസ് എന്നിവരെ എടുത്തു പറയേണ്ടതാണ്. സെൽസസ്, ഗാലൻ തുടങ്ങിയവയും ആരോഗ്യരോഗങ്ങളുടെ സമയത്ത് ഭക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം നൽകി. വളരെ നേരത്തെ ജീവിച്ചിരുന്ന സോക്രട്ടീസ് പറഞ്ഞത് ഭക്ഷണമാണ് ആരോഗ്യമെന്നും ആഹാരം ഔഷധമാണെന്നും. എന്നിരുന്നാലും മുഹമ്മദ് നബിയുടെ കാലത്ത് ഡയറ്ററ്റിക്സിന് കൂടുതൽ പ്രചാരം ലഭിച്ചു. വിശുദ്ധ ഖുറാനിൽ മാതളനാരകം, അത്തിപ്പഴം, ഈന്തപ്പഴം, ഒലീവ്, പാൽ, തേൻ, ഇഞ്ചി തുടങ്ങിയ മറ്റു ഭക്ഷ്യവസ്തുക്കൾ പോലുള്ള വിവിധ പഴങ്ങളുടെ ആരോഗ്യവും ഔഷധമൂല്യവും വളരെ ഉയർന്നതാണ് എന്ന് പറയുന്നു. കൂടാതെ രക്തം, ചീഞ്ഞളിഞ്ഞ ചില ദോഷകരമായ ഭക്ഷണങ്ങൾ, അറുക്കാത്ത മാംസം മുതലായവ നിരോധിക്കുന്നു. പിന്നീട് റാസെസ് പോലുള്ള മറ്റ് അറേബ്യൻ ഫിസിഷ്യന്മാർ ഭക്ഷണക്രമം മെച്ചപ്പെടുത്തി നിങ്ങൾക്ക് സുഖം പ്രാപിക്കാൻ കഴിയുമ്പോൾ മറ്റു പ്രതിവിധി നിർദ്ദേശിച്ചില്ല. റാസെസിനു ശേഷം മറ്റൊരു പേർഷ്യൻ വൈദ്യശാസ്ത്രത്തിന്റെ അതുല്യ പ്രതിഭ ഇബ്നു സീന രോഗത്തിലും ആരോഗ്യത്തിലും ഭക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പുസ്തകം ഖനൂൻ അഥവാ വൈദ്യശാസ്ത്രത്തിന്റെ പീരങ്കി യൂറോപ്പിലും അറേബ്യയിലുമായി നിരവധി നൂറ്റാണ്ടുകളായി ഒരു ക്ലാസിക് മെഡിക്കൽ പാഠപുസ്തകമായി തുടർന്നു. ഇന്നും ലോകമെമ്പാടുമുള്ള വൈദ്യശാസ്ത്രജ്ഞർ അദ്ദേഹത്തിന്റെ പേര് ബഹുമാനത്തോടെ സംസാരിക്കുന്നു.